പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നാം നമ്മെ നോക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിക്കുമ്പോഴാണ് നമ്മിലുള്ള കുറവുകളും പാപമാലിന്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. നാം സാധാരണയായി ചിന്തിക്കുന്നത് നമുക്ക് വലിയ പാപങ്ങളൊന്നുമില്ല, ദിവസവും ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബാഹ്യമായി നോക്കുമ്പോൾ നാം എല്ലാവരും നല്ലവരും വിശുദ്ധരും ഒക്കെ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നിൻ്റെ ഹൃദയത്തിലെ ദുഷ്ടത നീ കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ചിന്തകളും പേറി നടക്കുക എന്ന്. യാക്കോബ് 1:21-22 തിരുവചനങ്ങളിലൂടെ യാക്കോബ് ശ്ലീഹ പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ ജീവൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ എന്ന്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന്. ഒരാൾ നവീകരിക്കപ്പെടുന്നത് യേശുവിൻ്റെ വചനത്താലാണ്. പുറമേ നല്ലവരായി കാണപ്പെടുന്ന നാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാര ചിന്തകളും അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെയാണ്. അവയെല്ലാം നമ്മെ അശുദ്ധരാക്കി മാറ്റുകയാണ്. എബ്രായർ 12:14-15 തിരുവചനങ്ങളിലൂടെ വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. നമ്മുടെ ഹൃദയം അശുദ്ധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. പാപം കിടക്കുന്നിടത്ത് ദുഷ്ടാരൂപികൾ വന്നുകൂടും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ശവം ഉള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടുമെന്ന്. 1 തെസ്സലോനിക്ക 4:3 തിരുവചനം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നാം പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നല്ല കുമ്പസാരം നടത്തി പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശുദ്ധി നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമുക്ക് വിശുദ്ധി നേടാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.